ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയാലെന്താ? കുറേ ക്വസ്റ്റ്യൻസിനൊന്ന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനൊക്കെ റിപ്ലൈ തരാൻ വലിയ സംഭവമാണ് എന്നൊന്നും പറയുന്നില്ല കേട്ടോ. എനിക്കും പരിമിതമായ അറിവുകളേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മിററിങ് നടക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം ഞാൻ തന്നെയാണെന്ന് തോന്നി. അപ്പം അതെൻ്റെ ടിൻ ഫ്ലെയിം ആയിരിക്കുമോ? ആ ക്വസ്റ്റ്യന് ഉള്ള റിപ്ലൈ ഇതാണ്. നമുക്ക് പലരെ കാണുമ്പോഴും ലൈഫിൽ നമ്മളെങ്ങനെ മുറിച്ച് വെച്ചൊരു പാർട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെയൊക്കെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം എല്ലാവരിലുള്ള അംശം നമ്മളിലും ഉണ്ട്. അപ്പം അതൊക്കെ ടിൻ ഫ്ലെയിം ജേണി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം മിററിങ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതോ മിററിങ് നടക്കും. മിററിങ് നടക്കുക എന്താണെന്നറിയോ? ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് അങ്ങനെ തന്നെയുള്ളൊരു പേഴ്സൺ അല്ല കാണുക. സ്ട്രെയിറ്റ്ലി മേ ബി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുക. പക്ഷേ അവർ നിങ്ങളുടെ ഷാഡോ ഇല്ലേ, നിങ്ങൾക്കൊരു ഷാഡോ സെൽഫില്ലേ, അതിനെയാണ് മിറർ ചെയ്യുക. മിറർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരത് കാണിക്കുക എന്ന് ഉള്ള അർത്ഥമില്ല. ചിലപ്പം അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഷാഡോ സെൽഫ് നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുക ചെയ്യുക. ചിലപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യം അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ശരിക്കും ഞാനിതാണല്ലോ, ഞാനിങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരിക്കും. അപ്പം പെട്ടെന്നൊരു കാര്യം വരുമ്പം മോസ്റ്റ്ലി ഈ ഷാഡോ സെൽഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും. ഒന്നുകിൽ സൊസൈറ്റിയെ പേടിച്ച്, അല്ലെങ്കിൽ ഇത് എക്സ്പോസ് ചെയ്താൽ ഉണ്ടാവുന്ന എനിക്ക് നഷ്ടപ്പെടാവുന്ന കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അതായത് നമ്മുടെ കംഫേർട്ട് സോൺ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പർട്ടിക്കുലർ സംഭവമായിരിക്കും. ആ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ എനിക്ക് ലോസ് നേരിടാം, എൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാം, എൻ്റെ ജോലി നഷ്ടപ്പെടാം. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ചെയ്യുന്ന ആക്റ്റിലൂടെ നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മിറർ ചെയ്ത് കിട്ടും. നീ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ അയാൾ അതേ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ മിററിങ് കിട്ടുന്നത്, അല്ലെങ്കിൽ അയാൾ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവം ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഒരു ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്തായിരിക്കുക. അപ്പോൾ ഒരാൾ ഭയങ്കര ആൽക്കഹോളിക് ആണെന്ന് വിചാരിക്കുക. ഇത് ഞാനൊരു ഇതിന് വേണ്ടി പറയണതാണ്. ഇതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റിനായിരിക്കില്ല. ഒരാൾ നന്നായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ആൽക്കഹോളിനോടൊരു ആഭിമുഖ്യം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയ സംഭവമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സിഗരറ്റ് വലി അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അയാളത് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ എനിക്കെന്തുകൊണ്ടായിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെയും തോട്ട് വരാം. അത് നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. അതല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ, അപ്പം ഞാനിതിനെ എങ്ങനെ ഹീൽ ചെയ്യാം. മോസ്റ്റ്ലി ഈ തരത്തിലുള്ള തോട്ടാണ് വരിക. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ വികാരങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യാം, എങ്ങനെ എനിക്ക് ഇതിലേക്ക് എത്താം, ഇതെങ്ങനെ അറ്റൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ട് ഇതാണ് നിൻ്റെ നിന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതെന്നൊരു കാര്യം, യൂണിവേഴ്സിൻ്റെ ഒരു മിററിങ് സൈഡും കൂടി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സൈഡിൽ നിന്ന് ഉണ്ടാവാം. ഇങ്ങനെയാണ് നടക്കുക. അല്ലാതെ നിങ്ങളെപ്പോലെ തന്നെ ആക്ട് ചെയ്യുന്ന, അതായത് നിങ്ങളിരിക്കുന്ന പോലെ ഇരിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളെ കണ്ടിട്ട് അതായത് എക്സാക്ട്ലി മിററിങ്, അതല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫിസിക്കലി ഒരേപോലെ ഫീൽ ചെയ്യാന്നുള്ളത്. അത് രണ്ട് കാരണങ്ങളുണ്ട് അതിൽ. നമ്മൾ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നമ്മളൊരു അഫർമേഷനായിട്ട് അയാൾ മാറും. അപ്പോൾ അയാളുടെ കുറേ ഫീച്ചേഴ്സ് നമ്മളിലും ഉണ്ടാവുക. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പലരെയും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പം രണ്ടാളും ഒരേ വേറെ ആയിരുന്നാലും അതിലൊരാൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അത് പോവുകയാണ് എങ്കിൽ നിങ്ങളിൽ ആ ഒരു പേഴ്സൻ്റെ ചേഞ്ചസ് നിങ്ങളിലും കാണാം. അത് നമ്മുടെ അഫർമേഷൻ്റെ ഭാഗമാണ്. അല്ലാതെ തന്നെ അയാൾ നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് പോയിട്ട്, അപ്പോൾ ഇത് എക്സ്ട്രീമായിട്ട് ഈ ഫിസിക്കൽ ചേഞ്ച് എപ്പോഴാണ് വരിക? നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്യുമ്പം ഇപ്പം ഒരാൾ ചിന്തിക്കുകയാണ് എന്നെ ഭംഗിയില്ല, അതൊരു അഫർമേഷനായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മൾ ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുമ്പം ആ ഒരു ബബിൾ ഫേസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹിറ്റുണ്ട്. ആ ഹിറ്റിലൂടെ നിങ്ങൾ തന്നെ സെൽഫ് അവെയർ ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രോമാസ് എക്സ്പോസ്ഡ് ആയിട്ട് നിങ്ങൾ ആ ട്രോമാസിനെ ഹീൽ ചെയ്യുകയാണ്. അപ്പം യു ഷൈൻ ഡിഫറെൻ്റ്ലി.
ആ ഒരു ഡിഫറൻസാണ് ഫിസിക്കൽ റിയാലിറ്റിയിൽ ഉണ്ടാവുക. നിങ്ങൾ അയാളെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അയാളുടെ ഫീച്ചേഴ്സും നിങ്ങളിൽ വരും, അത് ഒബ്വിയസ് ആണ്. അത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഈ ഫിസിക്കൽ ഒരു ഇത് അതേപോലെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അതങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യാനും അതിലുള്ള ഒരു ആൾട്രേഷൻ പെട്ടെന്ന് നടക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മറ്റൊരാൾ ഇന്നലെ ഹെൽപ്പ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല ആൾ പറഞ്ഞത്, ആളുടെ ഒരു സജഷനാണ് പറഞ്ഞത്. ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് കൂടെ ഉണ്ടാവില്ല എന്ന്. കൂടെ ഉണ്ടാവില്ല, അതങ്ങനെ ആണ്. അതിൽ ഞാൻ ഒരിക്കലും ഒരാളെടുത്തും ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല എന്നറിയാം. നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് പോകാം, അതിലൊരു മാറ്റമില്ല, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡിനൈ ആയി പോണ ഒരു കാര്യമാണത്. അത് ശരിക്കും നിങ്ങളെ, അതായത് ഇപ്പോൾ കണ്ണൻ്റെയും രാധയുടെയും തന്നെ കേസ് നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾക്കൊരു അത്യാവശ്യം, അതായത് രാധ ഒരു അത്യാവശ്യ കാര്യത്തിലേക്ക് കണ്ണൻ തന്നെ അങ്ങ് ഇട്ടുകൊടുക്കും ചില സമയത്ത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കണ്ണൻ തന്നെ ഡ്രാഗ് ചെയ്തിടും. എന്തിനാണ്? ടു ഗ്രോ, അല്ലെങ്കിൽ ടു ബി സ്ട്രോങ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളെ കൊണ്ടെല്ലാം സാധിക്കും. അതിന് മറ്റൊരാളെ ഹെൽപ്പ് ഇല്ലാതെ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ പലപ്പോഴും നമ്മളെ നമ്മളെ വീക്കനാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ട്വിൻ ഫ്ലെയിം ഒരിക്കലും നമ്മളെ വീക്ക് ചെയ്യില്ല. പിന്നെ ബബിൾ ഫേസിൽ ഹെൽപ്പ് ചെയ്യില്ലെന്ന്. ബബിൾ ഫേസ് ആകെ ട്വിൻ ഫ്ലെയിം ജേണിയിലെ ബബിൾ ഫേസിൻ്റെ ഒരു റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇനീഷ്യലി ഡി എഫിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. അത് ഡി എഫിൻ്റെ സൈഡിൽ നിന്ന് ഡി എമ്മിലേക്കാണ്. ഡി എമ്മിന് ഒരിക്കലും തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ഡി എഫ് ആണ് ചെയ്യുന്നത്. അപ്പം ആര് പെണ്ണാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഡി എഫ് എന്നുള്ളത് ഫീമെയിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ഡി എം എന്നുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ആരാണ് റണ്ണർ ചേസർ, അതാണ് ഡി എഫ് ആൻഡ് ഡി എം. അതായത് ഫെമിനൈൻ എനർജി, ഈ സ്പിരിച്വൽ എനർജി ക്യാരി ചെയ്യുന്നത് ആര്, അതായത് എർത്ത് എനർജി ക്യാരി ചെയ്യുന്നത് ആര്, അതാണ് ഡി എഫ്. മറ്റേത് സ്കൈ എനർജി, അതായത് ശിവ എനർജി. ആരാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്, ആരാണ് കൂടുതൽ മസ്കുലൈൻ ആയിരിക്കുന്നത്, ആരാണ് കൂടുതൽ ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിലിരിക്കുന്നത്, ആരാണ് കൂടുതൽ ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, അതാണ് ഡി എം. അപ്പം ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഒരിക്കലും ഡി എഫിനെ ഡി എം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കില്ല. അതുപോലെ സ്പിരിച്വലി ഉള്ള ഗ്രോത്തിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള ഗ്രോത്തിൽ, ഇതല്ലാതെ നമ്മൾ ഒന്നിൽ നിന്ന് നമ്മൾ പറയില്ല ഷാഡോ സെൽഫ് എക്സ്പോസ്ഡ് ആവുക, നമ്മൾ ട്രോമാസ് ഹീൽ ചെയ്യുക, നമ്മൾ ഗ്രോത്ത് നേടുക. അപ്പം സ്പിരിച്വലി ഡി എമ്മും ഫിനാൻഷ്യലി ഡി എഫും ഗ്രോ ചെയ്യാൻ ഇവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ്ലി അല്ല, അവരതിനുള്ള പുഷാണ് കൊടുക്കുന്നത്. അതങ്ങനെ തന്നെയാണ്, അതിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം സയൻസ് ആണ്. അതൊരു ജനറലൈസ് സയൻസ് തന്നെയാണ്. അതിൽ അല്ലാത്ത കുറേ സയൻസ് ഉണ്ട്, പക്ഷേ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഇടാതിരുന്നത്. ഇതിലെനിക്കൊരു ഞാൻ ഇത് ശരിയാണ് എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ, എനിക്കിപ്പോൾ ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത്, ചീറ്റിംഗ് ഉണ്ടാവുമോ? നമ്മുടെ ഗ്രോത്തിന് എന്തൊക്കെ നമുക്ക് അനിവാര്യമുണ്ടോ അതെല്ലാം വി ക്യാൻ എക്സ്പെക്റ്റ്. പിന്നെ എല്ലാ റിലേഷൻഷിപ്പിനെയും നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ പെർസെപ്ഷനാണ്. ചീറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നത്, നമ്മളെ ഹൈഡ് ചെയ്ത് വെച്ച് ഒരാൾ ചെയ്യുന്നത്, നമ്മളെ ഇമോഷണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരാക്ട് അവർ നമ്മളെ ഹൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്, അത് നമുക്ക് മുന്നിൽ എന്തായാലും യൂണിവേഴ്സ് അത് റിവീൽ ചെയ്യും, ഷുവറാണ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഒരാൾക്കും ചീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളായിട്ട് നിങ്ങൾ നിന്നെടുത്ത് ഓക്കെ ചീറ്റിങ് നേടുന്നതല്ലാതെ ഒരാൾക്കും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ചീറ്റിങ് നടക്കുമ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ടാകും. കാരണം നിങ്ങൾ ഓൾറെഡി ഓൾഡ് സോളാണ്, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചീറ്റിംഗ് എന്ന് ഉള്ളത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് കൺവേ ആയിട്ടില്ല. പിന്നെ ഉള്ളത് ഡി എഫും ഡി എമ്മും. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ വളരെ ടെക്നിക്കലി നമ്മളെ സെക്ഷലി ഉള്ള ഒരു
ഇതുമായിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പം ആണാണ് DM, അല്ലെങ്കിൽ പെണ്ണാണ് DF, അങ്ങനെ ഇല്ല. അതും ഞാൻ തൊട്ട് മുന്നേ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റെന്തോ ഒന്നുകൂടെ ഞാനത് വിട്ടുപോയി. എനിവേയ്സ് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ബൈ.